ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ഇമാജിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹിയർ ആർ സം പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ബിഗ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പോൾ എന്താണ്, കുറച്ച് മഹത് വ്യക്തികളെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അതുപോലെ തന്നെ ആരാണ്, അരുണിമ സിൻഹ, രവീന്ദ്ര ജെയിൻ. അപ്പോൾ സ്റ്റീഫൻ വില്യം ഹോക്കിങ്സ് ആരാണ്, ബ്രിട്ടീഷ് ഫിസിസ്റ്റാണ്, കോസ്മോളജിസ്റ്റാണ്, ദെൻ ഓതറാണ്. ദെൻ അരുണിമ സിൻഹ, ദ ഫസ്റ്റ് ഫീമെയിൽ amputee to climb Mount Everest. Then Ravindra Jain, Indian music composer, lyricist and playback singer. Now read an excerpt from chapter 1 of Helen Keller's autobiography. അപ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആരാണ് ഹെലൻ കെല്ലർ, നമുക്ക് ഓതറിനെ പറ്റിയിട്ടൊന്ന് നോക്കി നോക്കാം. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ അലബാമ, USA. അപ്പോൾ USA അലബാമയിലാണ് ഹെലൻ കെല്ലർ ജനിച്ചത്. ഷി ലോസ് ഹെർ sight and hearing 19 months after birth due to an undiagnosed brain disease. അപ്പോൾ എന്താണ്, ഒരു ബ്രെയിൻ ഡിസീസ് മൂലം 19ാമത്തെ മാസത്തിൽ എന്ത് സംഭവിച്ചു, കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും നഷ്ടപ്പെട്ടു. ഷി വെൻറ്റ് ഓൺ ടു ബിക്കം ദ ഫസ്റ്റ് ഡിഫറെൻ്റ്ലി ഏബിൾ പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആര്, ഹെലൻ കെല്ലർ. ഷി വാസ് കൺസിഡേർഡ് വൺ ഓഫ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ കൺട്രി. അപ്പോൾ ആ കൺട്രിയിൽ എന്താണ്, 100ൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഹെലൻ കെല്ലറിനെ കൺസിഡർ ചെയ്യുന്നത്. ടുഡേ ഹെലൻ കെല്ലർ ഈസ് എ സിമ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, എൻട്രൻസസ് ആൻഡ് സ്ട്രഗിൾ. അപ്പോൾ ഇന്ന് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ്റെയും അതുപോലെ തന്നെ എൻട്രൻസിൻ്റെയും അതുപോലെ തന്നെ സ്ട്രഗിളിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു സിമ്പിളാണ്. ഹെർ ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഈസ് എ റെക്കോർഡ് ഫോർ ഹെർ സ്ട്രഗിൾസ് ആൻഡ് സക്സസ്. അപ്പോൾ എന്താണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ എന്താണ്, ഈ ഹെലൻ കെല്ലറിൻ്റെ സക്സസ്സും വിജയവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെയാണ് ആ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ചാപ്റ്റർ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. The story of my life. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. The beginning of my life was simple and much like every other little life. അപ്പോൾ എന്താണ്, എൻ്റെ ലൈഫിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സാധാ നോർമൽ പോലെ നല്ല സിമ്പിളായിട്ട് എല്ലാ കുട്ടികളുടെയും പോലെ തന്നെ ഒരു ലൈഫായിരുന്നു. I saw, I conquered as the first baby in the family always does. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ്, ഞാൻ വന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു, then I conquered, ഞാൻ എന്താണ്, കോൺകർ ചെയ്തു. അപ്പോൾ ഇവിടെ കോൺകർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആധിപത്യം സ്ഥാപിക്കുക. അതായത് ഫസ്റ്റത്തെ കുട്ടിയാണല്ലോ, അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. There was the usual amount of discussions on a name for me. അപ്പോൾ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നത് പോലെ എന്താണ്, യൂഷ്വലായിട്ട് ഈ കുട്ടിക്ക് എന്ത് പേരിടണം എന്നൊരു ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായി. The first baby in the family was not to be lightly named. Everyone was emphatic about that. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഫാമിലിയിലത്തെ ആദ്യത്തെ കുട്ടിയാണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈറ്റായിട്ട് സാധാ ഒരു പേരിടാൻ പറ്റില്ല, അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചിട്ടൊരു പേരിടാണ്. എവ്രി വൺ വാസ് ഇംഫാറ്റിക് അബൌട്ട് ദാറ്റ്. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ എന്താണ്, എൻ്റെ ഫാദർ സജസ്റ്റ് ചെയ്ത പേര് ആരുടെയായിരുന്നു, മിൽഡ്രഡ് ക്യാമ്പലിൻ്റെ പേരായിരുന്നു. ഷി വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റിമേറ്റ് ആൻസിസ്റ്റർ. അപ്പോൾ അതാരാണ്, അതെൻ്റെ ഒരു ആൻസിസ്റ്ററാണ്, അതായത് പൂർവ്വകാലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ father forgot the name on the way. അപ്പോൾ എന്താണ്, എന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ എന്തുണ്ടായി, ആ ഫാദർ എൻ്റെ ആ ഇടേണ്ട പേര് മറന്നുപോയി.
When the church minister asked him for it, he gave the name Helen Adams. അപ്പോൾ എന്താണ്, അപ്പോൾ ചർച്ചിലത്തെ ആ പേരിടുന്ന ആൾ, അപ്പോൾ ആ ആൾ ചോദിച്ചപ്പോൾ എന്താണ് അച്ഛൻ പറഞ്ഞു കൊടുത്തത്? നെയിം ഹെലൻ ആദംസ് എന്ന് പറയുന്ന പേരാണ് ആ പള്ളിയിലത്തെ ആ അച്ഛൻക്ക് പറഞ്ഞു കൊടുത്തത്. I showed my signs of an eager, self-asserting disposition when I was still a baby. അപ്പോൾ എന്താണ്, ഞാനൊരു ബേബി ആയിരിക്കുമ്പോൾ തന്നെ ഐ ഷോഡ് മൈ സൈൻസ്, ഞാൻ എന്തൊക്കെ കാട്ടുമായിരുന്നു, ഓഫ് എൻ ഈഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ, അതായത് സ്വന്തമായിട്ട് ഓരോന്നും ചെയ്യുന്നതിലൊരു ആകാംക്ഷ, ഈഗർ എന്ന് പറഞ്ഞാൽ ആകാംക്ഷ കാണിച്ചിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ഓരോന്നും ഇങ്ങനെ ഓരോ ക്യാരക്ടറൊക്കെ കാണിക്കുന്നതിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഞാൻ ബേബി ആയപ്പോൾ തന്നെ. ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. അപ്പോൾ എന്താണ്, ഐ ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. അപ്പോൾ എന്നെ നിർബന്ധിച്ചിരുന്നു എന്തിന്? അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. അപ്പോൾ ബാക്കിയുള്ള മനുഷ്യന്മാർ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിരുന്നു. At 6 months I could pipe out how die എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് how do you do എന്നാണ്. ഓക്കെ, അപ്പോൾ 6 മന്തൊക്കെ ഉള്ളപ്പോൾ എന്താണ്, ഞാനിങ്ങനെ അലറി വിളിച്ചിരുന്നു, ഞാനിങ്ങനെ ഉറക്കെ ചോദിച്ചിരുന്നു how die എന്ന് പറഞ്ഞാൽ how do you do, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ശരിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് how do you do എന്നത് ഇവിടെ how die എന്ന് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, one day I attracted everyone's attention by saying tea quite plainly. അപ്പോൾ എന്താണ്, ഒരു ദിവസം എന്താണ് എല്ലാവരുടെയും അറ്റൻഷൻ, അതായത് എല്ലാവരുടെയും ശ്രദ്ധ എനിക്ക് പിടിച്ച് പറ്റാനായിട്ട് സാധിച്ചു. എന്താണ്, ടി എന്ന വേർഡ് പറഞ്ഞിട്ട് എല്ലാവരുടെയും ശ്രദ്ധ എനിക്ക് പിടിച്ച് പറ്റാനായിട്ട് സാധിച്ചു. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പർ വൺ ഓഫ് ദ വേർഡ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അപ്പോൾ എന്താണ്, എനിക്കിങ്ങനെ അസുഖം സംഭവിച്ചതിൻ്റെ ശേഷം എന്താണ്, ഞാനിങ്ങനെ ഒരു വേർഡ്, ഞാൻ പറഞ്ഞിരുന്ന ഒരു വേർഡ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഓർമ്മിച്ചിരുന്നു. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അപ്പോൾ ആ വേർഡ് എന്തായിരുന്നു? വാട്ടർ എന്ന വേർഡായിരുന്നു. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദ വാട്ടർ ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. അപ്പോൾ എൻ്റെ എല്ലാ സ്പീച്ചും, എൻ്റെ എല്ലാ സംസാരശേഷിയും നഷ്ടപ്പെട്ടപ്പോഴും എന്താണ്, ഞാനിങ്ങനെ വാട്ടർ എന്ന് പറയാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചിരുന്നു. ഐ സ്റ്റോപ്ഡ് മേക്കിംഗ് ദ സൗണ്ട് ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാനിങ്ങനെ വാട്ടർ എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും എന്താണ്, എനിക്ക് വാ എന്ന് പോലും ശരിക്കും പറയാനായിട്ട് പറ്റിയില്ല. They tell me I walked the day I was a year old. അപ്പോൾ എന്താണ്, എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഞാനൊരു വയസ്സായപ്പോൾ നടന്ന കാര്യം. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്. അപ്പോൾ എന്താണ്, എൻ്റെ അമ്മ എന്നേറ്റ് ബാത്ത് അവിടേക്ക് പോയതാണ്. മാത്രമല്ല അമ്മ എന്നെ എന്താണ്, ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിയിലിരുത്തിയിട്ടുണ്ട്. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് leaves that danced in the sunlight on the smooth floor. അപ്പോൾ എന്താണ്, ഈ ലീവ്സിൻ്റെ, അതായത് ഈ സൺലൈറ്റിൻ്റെ ഇതിൽ ഈ ലീവ്സിൻ്റെ ഷാഡോസ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുക, അതായത് ഇങ്ങനെ മിന്നി വരുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു. ഐ സ്ലിപ്പഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് നീറ്റിട്ട് അതിൻ്റെ നേരൊക്കെ അങ്ങോട്ട് ഓടി. അപ്പോൾ അത് കണ്ടപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തതാണ്. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. എന്താണ്, പക്ഷേ എന്താണ്, ഇമ്പൾസ്, അതായത് ആ സഡൻ ആക്ഷൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടേക്ക് ടു മീ ഇൻ ഹർ ആംസ്. അപ്പോൾ എന്താണ്, എന്നിട്ട് ഞാൻ വീണു, എന്നിട്ട് ഞാൻ അവിടുന്ന് കരഞ്ഞു. എൻ്റെ അമ്മ എന്നെ അമ്മയുടെ കൈകളിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. These happy days did not last long. അപ്പോൾ എന്താണ്, ഈ സന്തോഷ ദിവസം അധികമൊന്നും നീണ്ടു നിന്നില്ല. ജസ്റ്റ് 1 year. അപ്പോൾ എന്താണ്, ആകെ ഒരു വർഷമാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയുള്ളൂ. One brief spring when the robbing and mocking birds sang their melodious songs. അപ്പോൾ എന്താണ്,
സ്പ്രിംഗ് കാലത്ത് 2 ബേർഡ്സിൻ്റെ കാര്യമാണ്. റോബിൻ ബേർഡും അതുപോലെ തന്നെ മോക്കിംഗ് ബേർഡും 2 ടൈപ്സ് ഓഫ് ബേർഡ്സ് ആണ്. അപ്പോൾ അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ എന്താണ്, ഒരു സമ്മറാണ്, എന്താണ് നല്ല ബ്ലൂമിങ് ആയിട്ടുള്ള നല്ല വിരിഞ്ഞ് നിൽക്കുന്ന റോസസും ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ അടുത്തൊരു കാലം ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. അപ്പോൾ ഒരു ഓട്ടം സീസൺ എങ്ങനെയാണ്, ഗോൾഡൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ലീവ്സൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന ഒരു ഓട്ടം സീസൺ. ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. അപ്പോൾ എന്താണ് അത് സംഭവിച്ചത്, എപ്പോഴാണ്, വിൻ്ററിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ്, ഒരു ഫെബ്രുവരി വിൻ്ററിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് അത് സംഭവിച്ചത്. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അപ്പോൾ എന്താണ്, എനിക്കൊരു രോഗം പിടിപെട്ടു. ആ രോഗം മൂലം എന്ത് സംഭവിച്ചു, എൻ്റെ ഐസും അതുപോലെ തന്നെ എൻ്റെ ഇയേഴ്സും എന്താ പറയുക, ഫോർ എവർ, അതായത് കാലാകാലത്തിനായിട്ട് എന്തായി, ക്ലോസ് ആയി പോയി. അതായത് എനിക്ക് കണ്ണും കാണാനായിട്ട് പറ്റിയില്ല, ഞാൻ ചെവിയും അടിഞ്ഞു പോയി. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലൈവ്. അപ്പോൾ എന്താണ്, ഡോക്ടർ വിചാരിച്ചത് എന്താണ്, ഞാൻ ഇനി ജീവിക്കില്ല എന്നാണ്. അറ്റ് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഡോക്ടറൊക്കെ വിചാരിച്ചു ഞാൻ ഇനി ജീവിക്കില്ല എന്ന്. പക്ഷെ പെട്ടെന്നൊരു ദിവസം എന്താണ്, എൻ്റെ പനി കംപ്ലീറ്റ് ആയിട്ട് എന്നെ വിട്ടുപോയി. അതായത് പനി മാറി. there was great rejoicing in the family in the morning. അപ്പോൾ എന്താണ്, അപ്പോൾ ആ രാവിലെ പനി ഇങ്ങനെ മാറിയപ്പോൾ എന്താണ്, എൻ്റെ വീട്ടുകാർക്കൊക്കെ ആകെ സന്തോഷമായി. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ നോർ ഹിയർ അഗെയിൻ. അപ്പോൾ എന്താണ്, പക്ഷെ ആർക്കും തന്നെ അറിയില്ല, എന്തിന്, ഈ ഡോക്ടർക്ക് പോലും അറിയില്ല എന്ത്, ഞാനിനി കാണുകയോ ഞാനിനി തീരെ കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല എന്ന് ഈ ഡോക്ടർക്കും അതുപോലെ തന്നെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. I fancy I still have confused memories of that illness. അപ്പോൾ എന്താണ്, ഞാനിപ്പോഴും മുന്നേ വന്ന ഇൽനെസ്, ആ അസുഖത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ശരിക്കും ഓർമ്മയിലില്ല. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ ഇൻ മൈ വേക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ എന്താണ്, ഞാൻ ഉറങ്ങി നീക്കുന്ന സമയങ്ങളിൽ എൻ്റെ അമ്മ എന്നെ സൂത്ത് ചെയ്യുക. അതായത് അമ്മമാർ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കംഫർട്ട് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ഐ ഓൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ with which I woke up after a disturbed sleep. അപ്പോൾ എന്താണ്, ഉറക്കത്തിൽ നിന്ന് ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, അതായത് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഉള്ള ആ പെയിനും ആ കൺഫ്യൂഷൻസും ഒക്കെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഐ ടേൺ മൈ ഐസ് അവേ ഫ്രം ദ വൺസ് ലൗഡ് ലൈറ്റ്. അപ്പോൾ എന്താണ്, എനിക്ക് വെളിച്ചം നല്ല ഇഷ്ടമായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറി. എന്താണ്, ഇപ്പോൾ കണ്ണ് കാണാനില്ല, അപ്പോൾ എന്താണ്, ഫുള്ളും ഇരുട്ടാണ്. But except for these fleeting memories, it all seems very unreal, like a nightmare. പക്ഷെ എന്താണ്, ഈ മെമ്മറീസ് ഒന്നും ഞാൻ മറന്നിട്ടില്ല. എന്താണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഒരു ശരിക്കും നടക്കാത്ത ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം പോലെ അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ്. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. എന്താണ്, പിന്നെ പയ്യെ മെല്ലെ എന്തായി, ഞാൻ ഈ സൈലൻസിനോട് പൊരുത്തപ്പെടുകയും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഇരുട്ടിനോടും ഞാൻ എന്ത് ചെയ്തു, യൂസ്ഡായി, ഞാൻ പൊരുത്തപ്പെട്ടു പോയി. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. എന്താണ്, ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലൈഫായിരുന്നു എൻ്റേത് എന്നൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹു ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. അപ്പം ഇതിനു വേണ്ടി സഹായിച്ചത് ആരാണ്, എൻ്റെ ഒരു ടീച്ചറാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. എന്നാലും എന്താണ്, എൻ്റെ ആദ്യത്തെ 19 മാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാലമാണ്. ഐ ഹാഡ് ഗോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. എന്താണ്, ഞാൻ കോട്ട് ചെയ്തു, ഞാൻ പിടിച്ചു, അതായത് ഞാൻ കണ്ട കാര്യങ്ങളാണ്. വിശാലമായ ഒരുപാട് സ്ഥലങ്ങളും അതുപോലെ തന്നെ ഗ്രീൻ ഫീൽഡ്സും അതുപോലെ തന്നെ തിളങ്ങുന്ന ആകാശങ്ങളും
ചെടികളും മരങ്ങളും ഫ്ലവേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടു. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് വോളി ബ്ലോട്ട് ദം ഔട്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ എന്നിൽ വന്നിട്ടുള്ള ഇരുട്ട് അതൊന്നും മായ്ച്ചു കളഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ, ഹെലൻ കെല്ലറിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലെസണ്. ഇനി ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ വീഡിയോസും, ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ആക്ടിവിറ്റീസും ക്ലാസ് എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. Thanks for watching.